നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ സമാധാനപരമായി നടക്കുന്ന സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പൂർണ്ണമായ അംഗീകാരം വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ബോളിവുഡിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നു. മുതിർന്ന താരങ്ങൾക്ക് പിന്നാലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെ പിന്തുണച്ച് സൂപ്പർ താരം സൽമാൻ ഖാനും രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ സ്കൂൾ കാലഘട്ടത്തിലെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണെന്ന് സൽമാൻ ഖാൻ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി. മികച്ച വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്കായി വിദ്യാർത്ഥികൾ ഒന്നിച്ചു നിൽക്കുന്നതും അവർക്ക് മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കുന്നതും ഏറെ സന്തോഷം നൽകുന്നു. എന്നാൽ സമാധാനപരമായി തുടങ്ങിയ സമരം അക്രമാസക്തമായത് ദുഃഖകരമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ വിദ്യാർത്ഥികളോടും അവരുടെ കുടുംബങ്ങളോടും അദ്ദേഹം അനുഭാവം പ്രകടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വ്യവസ്ഥയും വിദ്യാർത്ഥികളും തമ്മിലുള്ള വിഷയമാണിത്. രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. ഈ പോരാട്ടത്തിന്റെ പൂർണ്ണമായ നേട്ടവും രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വിദ്യാഭ്യാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സൽമാൻ ഖാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്ത് വിദ്യാഭ്യാസം എന്നത് ഒരു പുതിയ ട്രെൻഡായി മാറണം. വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് പഠിക്കാനെത്തുന്ന തരത്തിൽ രാജ്യം ഒരു ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമായി മാറണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. നേരത്തെ ഓംബി വൈദ്യ, സീനത്ത് അമൻ, നസറുദ്ദീൻ ഷാ, രത്ന പഥക് ഷാ, അഫയ് ഡിയോൾ, സോനാക്ഷി സിൻഹ, അതുൽ കുൽക്കർണി, ഹൃദേശ് ദേശ്മുഖ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ താരങ്ങൾ ഈ പ്രക്ഷോഭത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സൽമാൻ ഖാൻ കൂടി പിന്തുണയുമായി എത്തിയതോടെ വിദ്യാർത്ഥി സമരത്തിന് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയാണ് ലഭിക്കുന്നത്. ജൂലൈ 20-ന് CJP വിദ്യാർത്ഥികൾ നടത്തിയ പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷങ്ങളുടെ CCTV ദൃശ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനിടെ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികളോ നിയമ നടപടികളോ ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ മാത്രമേ തന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര.